வருவேன்னு தெரியும். வாடா உட்கார், வந்து உட்கார். എന്തായി, കഴിഞ്ഞോ? இன்னும் கொஞ்சம் பாக்கி இருக்கு. நீ வீட்டுக்கு போகலையா? ഈ ടൈമിൽ ഇങ്ങനെ വന്നിരിക്ക? എൻ്റെ വീട് അവിടെ തന്നെ കാണും, ഞാൻ പൊക്കോളാം. ഇവിടെ ആകെ മൊത്തം അലങ്കോലമാണല്ലോടാ, നിന്നെ പോലെ. அது அலங்கோலமாக இல்லை, വാട്ട് എ മെസ്. ப்ராசஸில் இருக்கு. பப்ளிஷர் നല്ല പ്രോസസ്സ്. நீ நல்ல மூடில் வந்திருக்கேன்னு நினைக்கிறேன். நம்ம ஒரு டீ தம் அடிச்சுட்டு பேசுவோம். நான் போய் ட்ரெஸ் மாற்றிட்டு வந்துடுறேன். I've laughed and cried. I've had my fill, my share of losing. But now as tears subside, I find it all. Da, டீ. அம்மா, சாரி. യൂണിഫോം കണ്ട ഉടനെ പേടിക്കണമെന്നില്ല. സിറ്റ് സിറ്റ്. எனக்கு அது தெரியாது. வா வாடா. റബലാവുന്നതിലും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലേ. സ്ഥലവും സന്ദർഭമൊക്കെ നോക്കി. ആ ചേറിൽ തന്നെ ഇരുന്ന് വലിക്കണമെന്നുള്ളതിൽ എന്താടാ വിപ്ലവം? വിപ്ലവം എന്താ പ്രശ്നം? വന്നതിലൊന്ന് വണ്ടി എങ്ങെങ്കയോ പോതെ. പലതവണ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ടോപ്പിക്കാണത്. പക്ഷെ കോൺവെർസേഷൻ നീ ഇവിടെ എത്തിക്കില്ലല്ലോ. ലോകം ഉണ്ടായ കാലം മുതലുള്ള പ്രശ്നങ്ങൾ നിന്റെ തലയിലുണ്ട്. ഐ നോ വാട്ട് യു ട്രൈങ് ടു ഡു. പക്ഷെ എല്ലാത്തിനും ഒരു ബാലൻസ് വേണം ഗൗരി. എന്ത് ബാലൻസ്? ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? നോ, ബിറ്റ്വീൻ വാട്ട് യു ആർ ആൻഡ് വാട്ട് യു ഡു. ഇനിയെങ്കിലും നീ നിന്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക ഗൗരി. ഇതുവരെ ഉണ്ടായിരുന്ന നിന്റെ സ്ട്രഗിൾസ് ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടി വരുന്നേ ഉള്ളൂ. ഒന്ന് ശരിക്കും ആലോചിച്ചാൽ ഇത്രയും കാലം ഇങ്ങനെ നടന്നിട്ട് നീ എന്താണ് അച്ചീവ് ചെയ്തത്? മെറ്റീരിയലിസ്റ്റിക് ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഗ്രോത്ത് വേണം. നിനക്കൊരു ബ്ലോക്ക് ഉണ്ട്. നീ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു ബ്ലോക്ക്. ജസ്റ്റ് ബ്രേക്ക് ഫ്രീ ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ് മാൻ. எனக்கு என்ன தோணுதோ அதானே எழுத முடியும். இப்போ நீ எனக்கு தோணியது പറഞ്ഞല്ലേ അതുപോലെ. ഗൗരി, ഐ ആം കൺസേൺഡ് അബൌട്ട് യു. எந்த ஒரு காரணமும் இல்லாமல் நம்ம எல்லாருக்கும் எல்லார் மேலேயும் ஒரு கன்சர்ன் இருக்கும். എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറയൂ, ടെൽ മീ. നീയും ഞാനും ഒക്കെ ഇവിടുന്ന് പോയാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കാണും. നീ എഴുതണം. അത് പബ്ലിഷ് ചെയ്യാൻ എന്നെ പോലുള്ളവരും അത് വായിക്കാൻ ഇവിടുത്തെ നാട്ടുകാരും ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഈ വെറും പൊളിറ്റിക്സ്, ആക്ടിവിസം, അതിന് പിന്നെ കോൺട്രവേഴ്സി, അതിന് മാത്രം ഒതുങ്ങിപ്പോരുത്. യു ബെറ്റർ ദാൻ ദാറ്റ്. இப்போ நீ என்ன சொல்ல வர? அது ஓப்பனாக சொல்ல. ഡേ, നീ ഒരു ക്രിയേറ്റീവ് ഗൈ. യൂസ് യുവർ ബ്രെയിൻസ്. സ്റ്റാർട്ട് റൈറ്റിംഗ് സ്റ്റോറീസ്, ഫിക്ഷൻ. ബാക്കിയുള്ളതെല്ലാം നിന്റെ ക്രിയേറ്റിവിറ്റി തടസ്സപ്പെടുത്തുന്ന ഓരോ ബ്ലോക്സ് ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ വർഷം നാട്ടിലെ ഏറ്റവും കൂടുതൽ ബുക്സ് പബ്ലിഷ് ചെയ്ത പബ്ലിഷറാണ് அதை சொல்கிறது.
ഫിക്ഷൻ ആർ നോൺ ഫിക്ഷൻ எழுதுகிற ஆளோட ஜீவிதத்தின் சிலைஸ் அதில் கிடப்புண்டு. எனக்கு ரெண்டுமே ஒன்று தான். நான் ஒன்றும் ஸ்பெஷல்லாம் கிடையாது. சியர்ஸ். കുറേ കാലം ഞാനും നിന്നെ പോലെ നടന്നു. പിന്നീട് അച്ഛൻ്റെ പബ്ലിഷിംഗ് കമ്പനി ഏറ്റെടുത്തപ്പോഴാണ് ലൈഫിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായത്. അതുപോലെ എന്തെങ്കിലും നീയും കണ്ടെത്തണം. പക്ഷെ നീ ഇപ്പം സഞ്ചരിക്കുന്ന വഴി അതിൽ അപകടമുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിലപ്പോൾ നിനക്ക് പോലും മനസ്സിലായിന്ന് വരില്ല. തിരിച്ചോട്ട് നടക്കാനും പറ്റില്ല. ഡു സംതിങ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. அந்த வழியில் நான் தனிச்சு இல்லைன்னு நினைக்கிறேன். இல்லை ஆனந்த்? പോകേണ്ട വഴിക്ക് പോയാൽ ആരും തനിച്ചായിരിക്കില്ല. இப்போ நீ ஃப்ரெண்டாக பேசுறியா இல்லை பப்ளிஷராக பேசுறியா? രണ്ട് രീതിയിലും എനിക്കിപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റും. ഫോർ ഫിക്ഷൻ ആർ നോൺ ഫിക്ഷൻ? ഫോർ യു. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നിന്റെ പേന കൊണ്ട് കുത്തിക്കുറിച്ച് ശരിയാക്കാമെന്ന് ചിന്തിക്കുന്ന മണ്ടത്തരമാണ്. അതൊക്കെ നിന്റെ തലയിലെടുത്ത് വെച്ചാൽ താങ്ങില്ല. என் தலையில் இல்லை, என் மனசில் எடுத்து வச்சிருக்கேன். இதுக்கு முன்னாடி சொன்னேன், அது இங்கே தான் இருக்கு. എന്ത്? விப்ளவ். ഇവിടെ വരെ എത്തിയുള്ളൂ. ഞാൻ വിടണോ? യെസ് സർ. ഗൗരി സാറിന് അവിടെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. സാറിൻ്റെ കഴിഞ്ഞ 2 പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസുകാർക്ക് ആകെ കിട്ടുന്നൊരു ആശ്വാസം അതൊക്കെയാണ്. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് KM പബ്ലിക്കേഷൻ്റെ അത് ആനന്ദ്, എൻ്റെ ഫ്രണ്ട്. സാറിന് അതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം തൃശ്ശൂർ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ മിനിസ്റ്റർ പങ്കെടുത്തൊരു പരിപാടിയിൽ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ. ഇവിടെ ഇപ്പം 3 കൊല്ലമായിട്ട് നോർത്ത് സ്റ്റേഷനിലാണ്. എത്ര വർഷമായി സർവീസിൽ? ഓ, സർവീസൊക്കെ ഇനി ആകെ കുറച്ചേ ഉള്ളൂ സാർ. ജോയിൻ ചെയ്ത് 3 കൊല്ലം ആയപ്പോഴത്തേക്കും മടുത്തു തുടങ്ങിയതാണ്. പിന്നെ എന്ത് പറ്റി? അത് ഈ മാസം ശമ്പളം വാങ്ങിച്ച് കഴിക്കാതെങ്കിൽ ശീലമായി. പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾ തീരുന്നുമില്ല. അങ്ങനെ അതിപ്പോൾ ഇതുവരെയായി. ഒരു പാട്ടുകാരനാവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, ദാസേട്ടനെ പോലെ. വെറുതെ எங்க ஒரு பாட்டு பாடுங்க, நமக்கு கேட்கட்டுமே. പാടാം. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക്. സാറേ വീട്ടില് ഗൗരി സാറേ, ഭ്രാന്തന്മാരാ സാറേ. വീട്ടിലില്ലായിരുന്നു നന്നായി. ഞാൻ സ്റ്റേഷനിലേക്കൊന്ന് ഫോൺ വിളിച്ചു നോക്കും.